കിരീട സിനിമയിൽ കൊച്ചിനെനിഫ് ഷൈൻ ചെയ്ത പോലെ ഞാൻ ഷൈൻ ചെയ്യാൻ പോവാ. ഇതാണ് എനിക്ക് കിട്ടുന്ന മെയിൻ ഏരിയ. ചേട്ടാ ഇന്ന് കൂടെ എന്നേക്കണം. രാവിലാണോടാ പത്രം വായിക്കുന്നത്? ചേട്ടായേ ഒന്നുമില്ല. ഉച്ചവരെ കഴിക്കാനുള്ളതുള്ളൂ കേട്ടോ. സോളമാ ചേട്ടായിട്ടൊന്ന് കേറിട്ട് പോടാ. തന്റെ മെക്കിട്ടാണോ? അല്ല, ഈ ചായക്കടയിലേക്ക്. വേണ്ട, ചേട്ടാ ഇപ്പൊ ചോറുണ്ടേ ഉള്ളൂ. പോരാത്തന്നെ ഇപ്പൊ കപ്പലിന്റെ കയറ്റിക്കൊണ്ടിരിക്കുക. എന്നാലും വെറുതെ വിളിച്ചു കയറ്റി ഇനി റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. നിന്റെ കക്ഷത്തിൽ എന്താ മൂലക്കുരുവ? അല്ല, ഇഷ്ടികയാ. ചേട്ടായി കൊണ്ട് ഒരു ലോഡ് ഇഷ്ടിക കടയിലേക്ക് എറിയിക്കട്ടെ? അയ്യോ വേണ്ട വേണ്ട, ചളിക്കില്ല. കഷണ്ടിൽ കല്ലുമള വേയിച്ചാലോ? അയ്യോ വേണ്ട. നിക്ക് നിക്ക് നിക്ക്, 100 രൂപ വേണ്ടേ? ഞാൻ കുടി നിർത്തിയല്ലോ. അപ്പൊ കാശ് കുറെ കാണുമല്ലോ. തരുന്നേ. അതിങ്ങ് താ കുഞ്ഞാട്. കുഞ്ഞാടോ? ആരുടെ കുഞ്ഞാടോടോ? മണിമലയിൽ ഗീവർഗീസ് സോളമൻ, അതായത് MG സോളമൻ. അങ്ങനെ വിളിച്ചോളണം എല്ലാവരും. ഓ MG സോളമ, ഞാൻ വീട്ടിലേക്ക് വരികയായിരുന്നു. ഇതാ കടയുടെ താക്കോലും വാടക 1000 ഉറുപ്പിയുണ്ട്. 200 കൂടി വേണമല്ലോ സുധാകര. അത് മതി സോളം. അത് പോരല്ലോ സുധാകര. കാശിന് ലേശം ടൈറ്റാണോ? ടൈറ്റാൻ പൈസക്ക് ടൈറ്റ് ഉള്ളവർ കിട്ടുന്നതാണോ ടൈറ്റാൻ? ഇതുകൂടി ആവുമ്പോ ശരിയായി. എനിക്ക് ഭയങ്കര ടൈറ്റാന്നേ. അണ്ടി തീർന്നു. ഇങ്ങനെ കപ്പലിന്റെ കയറ്റിക്കൊണ്ടിരുന്ന എണ്ണയും പിണ്ണാക്കും ഒരുപാട് പോവും. ഞാൻ ഒന്നുകൂടി മൂപ്പിക്കണേ. ഇനി ആരെങ്കിലും സീരിയലിന്റെ കാര്യം പറഞ്ഞ് എന്നെ കളിയാക്കിയോ, എന്റെ പോക്കറ്റിൽ നിന്ന് കാശെടുത്താലും വിവരറിയും. ഇട്ടിച്ചനോട് മക്കളോട് പറഞ്ഞേക്ക്, ഞാൻ പഴയ സോളമനല്ലെന്ന്. കൊണ്ടും കൊടുത്തും അറപ്പ് മാറിയ ഒരു ചേട്ടനുള്ള സോളമനാന്ന്. ഇനി ആണായി പറഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാടാ. അമ്മയുടെ മുലപ്പാൽ കുടിച്ച ആരെങ്കിലും ഉണ്ടെന്ന് ചോദിക്കടാ. ഈ സോളമനോട് ചോദിക്കടാ. സോളമേട്ടാ, സമയം എന്തായി? എത്രയായാലും നിന്റെ സമയം വളരെ മോശ. ചേട്ടായി, മേരി അദാലത്ത്. ഹിന്ദി മനസ്സിലായില്ല? മേരി അദാലത്ത് എന്ന് വെച്ചാ അതാണ് എന്റെ മേരി. മേരി സിന്ദഗി ബർബാദോഗി. മേരിയായിട്ടുള്ള ജീവിതം പൂവണിയാൻ പോവന്ന്. ഇതൊക്കെ തിന്ന് ഇവിടെ തന്നെ നിന്നോ, ഞാനിപ്പ വരാം. ജോസ്മോൻ തിരിച്ചു വന്നറിഞ്ഞു. അതേതായാലും നന്നായി. മേരിക്കുട്ടിയുടെ വേവലാതിക്ക് ഒരു അറുതിയായല്ലോ. അല്ല, എവിടെ ആയിരുന്നു ഇത്രയും കാലം? ആള് ഡെറാഡൂണിലെ കൽക്കരി കമ്പനിയിലായിരുന്നു. പിന്നെ കുറച്ചു കാലം കോണാട്ട് പ്ലേസിലെ വായുകുളിക്ക് ഉണ്ടാക്കുന്ന കമ്പനിയില്. അവിടുന്ന് ശമ്പളം പോരാന്ന് പറഞ്ഞ് വായു കയറി വാതുരത്തിൽ വന്നു. അവിടുന്ന് പൂച്ചാക്കല്. പിന്നെ കോടന്നൂര് അമ്മാട് ഊരകം വഴി പീച്ചിടാം. അയ്യോ എന്റെ പൊന്നു സോളമ, ഞാൻ വെറുതെ ചോദിച്ചതാ. ജോസേട്ടന് എന്നെ ഓർമ്മയുണ്ടോ? കൊച്ചിത്രേസിച്ചേടത്തിയുടെ മോള് സെലീന. പണ്ട് ആറ്റിലെ ഒഴുക്കിപ്പെട്ടു പോയപ്പോ മോനല്ലേ ഇവളെ രക്ഷിച്ചത്, ഓർക്കുന്നുണ്ടോ നീ? പിന്നെ ഓർമ്മയില്ലാതിരിക്കോ? വലിയ കൂട്ടുകാരുന്നില്ലേ ഇവർ രണ്ടുപേരും? അപ്പൊ ഞങ്ങള് നടക്കട്ടെ. ആളെ ഇഷ്ടായോ? ഉടുപ്പി ഹോട്ടലിലെ പ്രതിമയെ. അപ്പാ, ഈ ജോസേട്ടൻ എങ്ങനെ വിട്ടാ ശരിയാവൂല. ദുർബുദ്ധി തോന്നി എപ്പോഴാ തിരിച്ചു പോണെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് ജോസേട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. ആത്മക്കാരുടെ ദിവസമായിട്ട് നീ ഒരു നല്ല കാര്യം പറഞ്ഞു. നമുക്ക് ആലോചിക്കാം അല്ലേടി? ഞാനൊന്ന് കുമ്പസരിച്ചിട്ട് വരാം. ഇട്ടിച്ചാന്റെ വീട്ടിലെ അപ്പനപ്പൂപ്പന്മാരെ ഇട്ടിച്ചാന്റെ നല്ല ബുദ്ധി കൊടുത്ത് ഞങ്ങളുടെ കാര്യം ശരിയാക്കി തരണേ. എന്തിനാണ് വിളിച്ചേ? ജോണിച്ചേനെ എന്നെ കെട്ടിച്ചുവിടാനുള്ള ചില ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇട്ടിച്ചന്റെ വീട്ടിലെ ആത്മാക്കൾ കൊള്ളാല. പ്രാർത്ഥിച്ചപ്പോ തന്നെ പണിയും തന്നാ. ആത്മാക്കളെ കൊല്ലും ഞാൻ. പറയുന്നത് കേക്ക്. അതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി ആരും അറിയാതെ നാളെ നമ്മൾ രജിസ്റ്റർ മാരേജ് ചെയ്യുന്നു. രജിസ്റ്റർ മാരേജാ? അതെ, രജിസ്റ്റർ മാരേജ്. അല്ലാതെ വേറെ ഒരു വഴിയില്ല. ജോസിനെ വിളിച്ചു വരുത്തി ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് ഒരുപാട് നാളുണ്ട് ആഗ്രഹിക്കുന്നു. പക്ഷെ ഇന്നാ നടന്നത്. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. 3 പെട്ടിയുടെ കാശ് ആ പട്ടിയിരുന്ന് വെട്ടി വിഴുങ്ങണത്. ഇതിന്റെ കാശ് ഞാൻ തരാം. തന്നില്ലെങ്കിൽ ഞാൻ കുത്തിപ്പിടിച്ച് വാങ്ങിക്കും. ഈ ജോസേട്ടനുള്ള ഒറ്റ ധൈര്യത്തിന് ഞാൻ ഈ രജിസ്റ്റർ മാരേജിന് മുതിരുന്നത്.
അവളെ നഷ്ടപ്പെടാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ആരും അറിയാതെ ഒരു മുൻകരുതല്. ദേ അപ്പനും അമ്മച്ചൊന്നും അറിയരുത്. നീ ആദ്യമേ തന്നെ രജിസ്റ്റർ ഓഫീസിന്റെ മുന്നിൽ ചെന്ന് നിന്നോ. മേരി കവലയെന്ന് പുറപ്പെടുന്ന തൊട്ട് പിന്നാലെ ജോസ് എത്തും. ആർക്കും ഒരു സംശയം തോന്നാത്ത വിധത്തിൽ ഈ കാര്യങ്ങൾ ഞാൻ നടത്തി തരും. ആ ജോസിന് എന്താ ഐഡിയ പറയാണ്ട്? എന്താ ജോസേ? ചിക്കനില്ലേ? ആ ചിക്കൻ ഇല്ല. നീങ്ങ വന്നേ. നീ നമ്മുടെ മോനെ കൊണ്ട് അകത്ത് വയ്ക്കോ. ഇല്ലെങ്കിൽ ചിക്കനാണെന്ന് പറഞ്ഞ് നമ്മുടെ ചെക്കൻ അവൻ തിന്നും. മോനെ വാ. 2 പഴം കൂടി കുത്തിക്കേറ്റിക്കൂടെ? വെല്ലേട്ടാ, കവലയിലേക്കാണോ? ഞാനും ഉണ്ട്. എന്നൊന്നാ പള്ളിയുടെ മുന്നിൽ ഇറക്കോ? പോ. അയ്യോ എന്തേ? ബസ് വന്നാ എങ്ങനെ അതേ കയറി പോവും? ഒരു പെട്ടിയിലാക്കി കയറ്റി വിടട്ടെ. ജോണിക്കുട്ടി കണ്ടു കഴിഞ്ഞാൽ മേരിക്ക് അത് തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം. ഒന്ന് ചുമ്മാതിരി. ഒരു ഐഡിയ ഉണ്ട്. ജോസേ, സിസിലൊന്നു വന്നേ. വാ. നീ ആ ഷാളൂരി. ഷാളൂരാൻ. ഈ ഷാളങ്ങോട് കൊടുക്ക്. എന്നിട്ട് ഈ ഷാൾ തലവഴിയിട്ട് ആ ജോസിന്റെ സൈക്കിളിൽ പോയിക്കോ. ഓക്കേ. എന്താ? അതെല്ലാം പിന്നെ പറയാം. ലോനപ്പാ, ആ പെൺകുട്ടിയുമായി സൈക്കിളിൽ പോയവൻ ഇവിടുത്തുകാരനാണോ? അത് നമ്മുടെ സോളമന്റെ ചേട്ടായി അല്ലേ? അല്ല, ആളിതിന് പറയോ? അറിയോന്നോ? 7 കൊല്ലം ജയിലിൽ കിടന്നവനാ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്നതിന്. വരുന്ന വഴി എല്ലാം ഞാൻ അയാൾ നോക്കി, എങ്ങും കണ്ടില്ല. മേരിയെ കൊണ്ട് സൈക്കിളിൽ പോകുന്നു അയാളാ.